നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. റോഡിൽ കുഴികൾ രൂപപ്പെട്ടു, യാത്രക്കാർ ദുരിതത്തിൽ. ആനിക്കാട് റോഡിൽ കോട്ട റോഡിന് മുൻപുള്ള 1/2 കിലോമീറ്ററോളം ദൂരം തകർന്നാണ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത്. MG സർവകലാശാല PG പരീക്ഷ. നിർമ്മല കോളേജിന് 27 യൂണിവേഴ്സിറ്റി റാങ്കുകൾ. MSc സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ ആദ്യ 10 റാങ്കുകളും നിർമ്മല കോളേജിന്. മൂവാറ്റുപുഴ ഉപജില്ലയിൽ സ്ട്രീം ലാബ് പദ്ധതിക്ക് തുടക്കം. പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച സ്ട്രീം ലാബിന്റെ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ ഉദ്ഘാടനം ചെയ്തു. റാക്കാട് സെന്റ് മേരീസ് ജേക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളി സൺഡേ സ്കൂളിന്റെ PTA പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും നടത്തി. വികാരി ഫാദർ എൽദോസ് മോളെക്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമമെന്ന് LDF. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആരോപണം. വാർത്തകൾ വിശദമായി. റോഡിൽ കുഴികൾ രൂപപ്പെട്ട് യാത്രക്കാർ ദുരിതത്തിൽ. ആനിക്കാട് റോഡിൽ കോട്ട റോഡിന് മുൻപുള്ള 1/2 കിലോമീറ്ററോളം ദൂരം തകർന്ന യാത്ര ദുരിതമായിരിക്കുകയാണ്. ഏനാനെല്ലൂർ കുഴിമ്പിത്താഴത്തിന് സമീപം ആനിക്കാട് റോഡിൽ കോട്ട റോഡിന് മുൻപുള്ള 1/2 കിലോമീറ്ററോളം ദൂരം തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. ഈ ഭാഗത്ത് റോഡിൽ നിറയെ വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ദിനംപ്രതി നിരവധി സ്കൂൾ വാഹനങ്ങളടക്കം സഞ്ചരിക്കുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ഇതുവഴിയുള്ള യാത്ര ദുരിതമായിരിക്കുകയാണ്. മഴവെള്ളം കെട്ടിനിന്ന് റോഡിലെ കുഴിയുടെ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. ഈ റോഡ് മൂവാറ്റുപുഴ ടൗൺ പണിയെടുക്കണമാണ്. തടിലൂറിൽ ടോൾസോടും കയറി നിലവിൽ 3 മാസത്തിൻ്റെ അടുത്തായി തോന്നുന്നു. ഇതിൽ കൂടെ നിരവധി സ്കൂൾ വണ്ടികളും ഓട്ടോകളും രാവിലെ തൊട്ട് 100 കണക്കിന് വാഹനങ്ങൾ പോകുന്നതാണ്. ഇത് പോയി കിടന്നിട്ട് ഒരു നടപടികളുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 5-6 അപകടങ്ങളെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായി പരിക്കുപറ്റിയ ആളുകളുണ്ട്. അത്ര മോശമായിട്ടാണ് വഴി കിടക്കുന്നത്. മറ്റ് ചില വലിയ വാഹനങ്ങൾ റോഡിലെ കുഴിയിൽ താഴ്ന്നു പോകുന്നതും പതിവാണ്. റോഡ് ടാറിംഗ് അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട്. MG സർവകലാശാല PG പരീക്ഷയിൽ നിർമ്മല കോളേജിന് 27 യൂണിവേഴ്സിറ്റി റാങ്കുകൾ. വിവിധ വിഭാഗങ്ങളിൽ MG സർവകലാശാല 2025 അധ്യയന വർഷത്തിൽ നടത്തിയ പരീക്ഷകളിൽ 27 വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി റാങ്കുകൾ നേടി. MSc സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ ആദ്യ 10 റാങ്കുകളും നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ ഉപജില്ലയിൽ സ്ട്രീം ലാബ് പദ്ധതിക്ക് തുടക്കമായി. പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ലാബിന്റെ ഉദ്ഘാടനം നടത്തി. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭിരുചിയുള്ള സ്കൂൾ കുട്ടികളുടെ വളർച്ചയ്ക്കായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ സമഗ്ര ശിക്ഷ കേരള മൂവാറ്റുപുഴ BRCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ട്രീം ലാബിന്റെ ഉദ്ഘാടനം പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. 15 ലക്ഷം രൂപ ചെലവഴിച്ച് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ലാബിൽ ശാസ്ത്രരംഗത്ത് മികവ് തെളിയിച്ച ഉപജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒഴിവ് സമയങ്ങളിൽ ക്ലാസ് നടക്കും. ഇതിനുവേണ്ടി പരിശീലനം നേടിയ പ്രത്യേകം കോർഡിനേറ്ററെയും നിയമിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BPC ആനി ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജി ഷാനവാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ, PTA പ്രസിഡന്റ് ഹസീന ആസിഫ്, SMC ചെയർമാൻ നാസർ ഹമീദ്, പ്രിൻസിപ്പൽ സന്തോഷ് TB, ഹെഡ് മിസ്ട്രസ് സഫീന A, സ്ട്രീം കോർഡിനേറ്റർ അജിത് V അനിൽ, CRC കോർഡിനേറ്റർമാരായ നിധി ചെല്ലപ്പൻ, അഹല്യാമോൾ AP, അധ്യാപകരായ റഹ്മത്ത് PM, സബിത PE, സിനി EG, ഗീതുജി നായർ, നൌഫൽ KM എന്നിവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. റാക്കാട് സെന്റ് മേരീസ് ജേക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ സെന്റ് മേരീസ് സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ PTA പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വികാരി ഫാദർ എൽദോസ് മോളെക്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ബേസിൽ പതിയാരത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രസ്റ്റിമാരായ ഐസൻ C വർഗീസ്, സുജിത് പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ UDF ഭരിക്കുന്ന നഗരസഭ ശ്രമിക്കുന്നതായി LDF ആരോപണം. നഗരസഭാ ചെയർമാൻ അധ്യക്ഷനായ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി കൃത്യമായി വിളിച്ചു ചേർത്ത് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് LDF നേതാക്കളുടെ ആരോപണം. UDF നഗരസഭാ ഭരണ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം ആശുപത്രിയുടെ HMC യോഗം ചേരുന്നത് തന്നെ മാസങ്ങൾ കഴിഞ്ഞാണ്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി വികസനം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. നെല്ലാട് പുത്തൻപുരയിൽ ശശിധരൻ PN നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 12-ന് മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിൽ. മക്കൾ അനിൽ, മിനി. ആയവന പാലിയത്ത് ത്രേസ്യക്കുട്ടി അയ്പ് 84 നിര്യാതയായി.
സംസ്കാരം വെള്ളിയാഴ്ച 10:30 ആയവന തിരുഹൃദയപ്പള്ളിയിൽ നടത്തപ്പെടും. സഹോദരങ്ങൾ മറിയക്കുട്ടി, ജോസ്, പരേതരായ കുര്യൻ, പാപ്പച്ചൻ, ഏലിക്കുട്ടി, സിസ്റ്റർ ജോസന്ന, അന്നക്കുട്ടി. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.